നമസ്കാരം പ്രിയ സ്നേഹിതരെ, NRI ഫ്രം ജംഗിളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ മാനന്തവാടി വയനാട്ടിലുള്ള നല്ലൊരു റിസോർട്ട് പ്ലസ് ലോഡ്ജിങ് ആണ്. ഇതിൻ്റെ പേര് വന്നിട്ട് ഫേൺ ട്രീ റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് എന്നാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കവാടം കടന്ന് എൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാണ്. അപ്പോൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ അതിവിശാലമായ പാർക്കിംഗ് രണ്ട് സൈഡിലായിട്ട്, ഈ കാണുന്നതും അതുപോലെ തന്നെ ഈ സൈഡിലുള്ളതും ഇതിൻ്റെ പാർക്കിംഗ് ആണ്. പാർക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫങ്ഷൻസൊക്കെ ഓപ്പൺ സ്പേസിൽ ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. ഓപ്പൺ സ്പേസിൽ ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫങ്ഷൻസൊക്കെ വൈകുന്നേര സമയങ്ങളിലാണ് നടത്തുന്നത്. അപ്പോൾ ഓപ്പൺ സ്പേസിൽ ഫങ്ഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അതിമനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ ആംബിയൻസാണ്. ഓപ്പൺ പാർട്ടി ഗ്രൗണ്ടിൻ്റെ താഴേക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളും ഇവിടെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. ഇപ്പം സമയം ആയതുകൊണ്ട് പൂളിൽ ആരുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സ്വിമ്മിംഗ് പൂളാണ്. വെൽ മെയിൻറ്റെയിൻഡ് സ്വിമ്മിംഗ് പൂൾ. അതുപോലെ തന്നെ ഈ കാണുന്ന ഓപ്പൺ ഗ്രൗണ്ടിലാണ് നമുക്ക് പാർട്ടിയൊക്കെ ഓപ്പൺ പാർട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്കിലായി കാണുന്ന ഒരു ചെറിയ ഹട്ട് എന്താണെന്ന് വെച്ചാൽ ഫാമിലീസൊക്കെ വരുമ്പോൾ ഫാമിലീസിനൊക്കെ ജസ്റ്റ് ഇരുന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഓപ്പൺ ബുഫേ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വാഷിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ചെറിയ ചെറിയ മുളകളൊക്കെ വെച്ച് അതിഗംഭീരമായിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ആൾക്കാർക്ക് ഇരുന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് കയറി വന്നപ്പോൾ കണ്ട ആ ഒരു പാർക്കിംഗ് ഉണ്ടല്ലോ, അതാണിത്. ഇപ്പോൾ ഈ ഓപ്പൺ ഗ്രൗണ്ടിൻ്റെ ഇപ്പുറ വശത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നത്. ഇവിടുന്ന് കാണുമ്പോഴാണ് അതൊന്നും കൂടെ കൂടുതൽ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈന്തപ്പനകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് വരുന്ന ഫാമിലിക്ക് കുട്ടികൾ എൻ്റർടൈൻ ആകാനുള്ള ചില കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ചെറിയൊരു ഊഞ്ഞാൽ സെറ്റപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കപ്പിൾസായിട്ട് വരുന്നവർക്ക് വേണമെങ്കിലും ഊഞ്ഞാലിരുന്ന് ആടാം, അല്ല കുട്ടികൾക്ക് മാത്രമായിട്ടാണെങ്കിലും ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു ചെറിയൊരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. ഗ്ലാസ് ഹൗസ് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഗെയിമിങ്സ്, ക്യാരം ബോർഡ്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, അതുപോലെ ബില്ലിയാർഡ്സ്, ഇതിന് വേണ്ടിയിട്ട് ഈ 3 ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആംബിയൻസിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഗെയിമിംഗ് ബോർഡിൻ്റെ മേലെ ലൈറ്റും അതുപോലെ തന്നെ ഫാനും സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഗെയിമിങ്ങിൻ്റെ ഇടതുവശത്തേക്ക് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ താഴെ കാണുന്ന വിശാലമായ പൂളിംഗ്. വാവ്, ലുക്സ് അമേസിങ്. ഈ പൂളിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പും ഉണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ പാർട്ടികൾ നടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾക്കിവിടെ ചെയറും ടേബിളും സെറ്റ് ചെയ്യാം. ഇപ്പോൾ അവർ ഡെമോ മോഡലിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നന്നായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി, അതായത് ഒരു റിസോർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ മുമ്പിലേക്ക് കാണുന്നില്ലേ, അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ്. ഈ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ഏരിയ. അതുപോലെ തന്നെ ആ റിസപ്ഷൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഓപ്പൺ സ്പേസും കാണാം. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ 3-4 നിലകളിൽ കാണുന്ന ഇതെന്താണെന്ന് വെച്ചാൽ ലോഡ്ജിങ്ങും കൂടിയാണ്. ലോഡ്ജിങ്. ഇനി നമ്മൾ പോകുന്നത് ഫേൺ ട്രീ റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്കാണ്.
ഫാൻട്രി റിസോർട്ടിൻ്റെ റിസപ്ഷൻ ആ കയറുന്ന അവിടെ തന്നെ റിസപ്ഷൻ്റെ അവിടെ വളരെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. നിലവിളക്ക് ആണ് കയറുന്നതിന് അവിടെ തന്നെ ഉള്ളത്. ഇൻ്റർനാഷണൽ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ക്ലോക്കുകൾ, അതിമനോഹരമായ റിസപ്ഷൻ. കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് റിസപ്ഷനിൽ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി കാണുന്നത് ഇവിടുത്തെ ഫിഷ് ഷോപ്പ് ആൻഡ് റെസ്റ്റോറൻ്റ് ഏരിയ. കോഫി ഷോപ്പിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചയും വളരെ മനോഹരമാണ്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ്. ഇത് കോഫി ഷോപ്പ്. കോഫി ഷോപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് ടി വി കാണുവാനും എല്ലാത്തിനുമുള്ള സൗകര്യം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഫി ഷോപ്പിൽ ഒരു വേൾഡ് മാപ്പിൻ്റെ കാര്യം കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ടേക്ക് യുവർ കോഫി. ഓക്കെ, പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ റൂഫ് ടോപ്പിംഗ് കൂടി പോയിട്ട് വരാം. ഇതിപ്പോൾ പൂളിലേക്ക് ഇറങ്ങി ഇതിൽ കൂടെ ഇറങ്ങി പോകാം. പൂളിൻ്റെ സൈഡിലേക്ക് നമ്മൾ നേരെ മേലേക്കാണ് പോകുന്നത്. വാ, നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ലോഡ്ജിങ് റൂമുകളാണ്. ഇന്ന് അധികം ക്രൗഡില്ല. ഓൾമോസ്റ്റ് ഇവിടെ നൈറ്റ് ടൈമുകളിലാണ് പ്രോഗ്രാംസ് എല്ലാം വരുന്നത്. ഗ്രീനറി പരമാവധി വിനിയോഗിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. ഇത് വന്നിട്ട് ഓപ്പൺ റൂഫ് ടോപ്പ്. രാത്രി സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ റൂഫ് ടോപ്പും നമുക്ക് 100% വിനിയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഓപ്പൺ റൂഫ് ടോപ്പിൽ നിന്ന് നമുക്ക് താഴേക്കുള്ള സീനറികൾ ഞാൻ കാണിച്ചു തരാമേ. അതിമനോഹരമായ സീനറിയും. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ബാങ്കറ്റ് ഹാളിലേക്കാണ് നമ്മൾ കയറുന്നത്. യു ക്യാൻ സി കോൺഫറൻസ് ഹാൾ. എന്തെങ്കിലും ഇൻഡോർ പ്രോഗ്രാംസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാങ്കറ്റ് ഹാള്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ പറഞ്ഞു. ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വീൽ ചെയർസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പൂളിൻ്റെ അടുത്ത് തന്നെയായിട്ട് ജിം ഫെസിലിറ്റീസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് കയറിയിട്ട് വരാം. കയറുമ്പോൾ തന്നെ ജിം എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഫംഗ്ഷന് വരുന്നവർക്ക് ജിം ഫെസിലിറ്റീസും യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വേറൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ.